മക്കളെ നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ല. ഇത് എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ എഴുതി പഠിച്ചോ. ക്ലോക്കിൻ്റെ സൂചി തിരിയണതിൻ്റെ എതിർ ദിശയിൽ കുറച്ച് വട്ടം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരക്കണം കേട്ടോ. ഇങ്ങനെ വരക്കണം. ടീച്ചർ ക്ലാസ്സിൽ ചില പിള്ളേർ ല എഴുതാണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഒരു വട്ടം വരക്കും, ചെറിയ വട്ടം. എന്നിട്ട് അവരിങ്ങനെ വരച്ച് ഇങ്ങനെ കൊപ്പിക്കും അവർ കേട്ടോ. അങ്ങനെയല്ല ല എഴുതേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുഭാഗത്തായിട്ടൊരു കുഞ്ഞു പാലം വരച്ചിട്ട് തിരിച്ചൊരു റ, എന്നിട്ട് താഴേക്കൊരു കൊമ്പ്, ഒരു വലിയ പാലം, മുകളിലേക്കൊരു കൊമ്പ് ഉണ്ട്. 2 കൊമ്പുണ്ട് ഒരേപോലെ. എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കേട്ടോ. ഒരു കുഞ്ഞു പാലം, തിരിച്ചൊരു റ, താഴേക്കൊരു കൊമ്പ്, വലിയ പാലം, മുകളിലേക്കൊരു കൊമ്പ് കണ്ട. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പായുടെ ഭാഗമാണിത് പ. പക്ഷേ ഇവിടം വരെ എത്താൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരക്കുക, തിരിച്ച് റായും താഴേക്ക് കൊമ്പും ഇല്ല. ഇതാണ് ല കേട്ടോ. നമുക്കൊരു വാക്ക് എഴുതാനായിട്ട് ലത. നമ്മൾ ലതയെന്ന് പറയും, ലത എന്ന് എഴുതും. ഇനി എന്തെഴുതാം? താഴെ പേജിൽ തല എഴുതാം. വായുടെ പേജിലാ വല എഴുതാം. മായുടെ പേജിലോ മല എഴുതാം. പിന്നെ നമ്മൾ പല പല എന്നൊക്കെ പറയാറില്ലേ, പല പല കാര്യങ്ങൾ, പല പല ചിന്തകൾ, പല അതും കൂടെ എഴുതി ചേർക്കാം പായിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.